കോക്കോക്ക് ഒരു ബീൻസ് ഫുള്ള് കൊടുക്കാൻ പോവാണേ. ഈ ബീൻസ് കൊണ്ട് ഓൻ എന്താ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ ഓനെ കൊണ്ട് കഴിയുമെന്ന് തോന്നണില്ലല്ലേ. ബീൻസിൻ്റെ ഒരു ഭാഗം ഓന് കടിച്ച് പൊട്ടിച്ചിങ്ങനെ കേട്ടോ. കഷ്ടപ്പെട്ട ടൈമിൽ പണിയെടുക്കണൊക്കെ ഉണ്ട്. ഓൻ്റെ ശ്രമം വിജയിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടോക്കാം. ആള് തിരക്കടൊന്നുമില്ല. അയിമന്ന് പീസൊക്കെ പറിച്ചെടുത്തുക്കണേ. ഇന്നൊന്നും മൈൻഡേ ചെയ്യണില്ല കേട്ടോ. കഴിക്കണ തിരക്കിലാണ് ആള്. കഴിക്കണ നോക്കിക്കാൻ നല്ല രസമുണ്ടല്ലേ. അടിപൊളി വലിയൊരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ചെവിയുടെ ആ ഭാഗം ഇങ്ങനെ പൊന്തി 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 ഇങ്ങനെ വരുന്നില്ലേ. ഇവർക്ക് എന്ത് ഫുഡായാലും ശേഖരിച്ച് വെക്കാനുള്ള ഒരു അറ ഉണ്ട്. അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയോടി കൊടുത്തോക്കാം. വേണ്ടാന്ന് പറഞ്ഞ് തലൊന്നും തിരിക്കണില്ല, വാങ്ങണൊക്കെ ഉണ്ട്. വീണ്ടും കഴിക്കുന്നതാണ്. കഴിക്കുന്നതിനനുസരിച്ച് 2 ചെവിയുടെ ഭാഗങ്ങൾ വീർത്ത് വരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോക്കണം കേട്ടോ. ബീൻസ് പിന്നെ ഓൻ്റെ അടുത്ത് നിന്ന് താഴെ വീണ് ഞാൻ വീണ്ടും എടുത്ത് വെക്കുക കേട്ടോ. വമ്പം പോക്കാണ്. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. ഓന്ത് ഫുള്ള് ഇപ്പം അകത്താക്കും. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഇനിയും പോസ്റ്റ് ചെയ്യൂ കേട്ടോ. കഴിച്ച് ഓൻ്റെ കണ്ണിൻ്റെ ഒരു കോട്ടം വന്ന പോലെ തോന്നുന്നുണ്ടോ? ഓല് സ്റ്റോർ ചെയ്യുന്ന അറയിൽ ഫുഡ് ഫുള്ളായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നത്. ആ ബീൻസ് വേസ്റ്റ് ആക്കാതെ ഫുള്ള് കഴിക്കുകയാണ്. ഈ കോക്കോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് വളർച്ച ഒന്നും വെക്കൂല. ഞങ്ങൾ വാങ്ങിയപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് വലിപ്പേ ഉള്ളുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലായിട്ട് കോക്കോ വളരൂല. ആളെ ബീൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കിയാലോ. ഇവൻ്റെ അറകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ കയ്യിലെടുക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അറകൾ നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.